സാബുമോനും അക്ബറും കൂടെ ഒരു സൈഡിലിരുന്ന് സംസാരിക്കുക. അതിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡിൽ അനുമോളും നൂറയും അനീഷും ആദിലയും ആര്യനും ഉണ്ട്. അപ്പം ആര്യൻ അനീഷിനോട് ചോദിക്കുകയാണ്, അനീഷേട്ടന് കഴിഞ്ഞ വർഷത്തേക്ക് ഓർമ്മയുണ്ടോ ബിഗ് ബോസ്? എനിക്ക് ഓർമ്മയില്ല, ഒന്നും അത്ര ഓർമ്മയില്ല. അത് ഫൈനൽ 5 ഓർമ്മയുണ്ടോ? ഇല്ല, എനിക്ക് ഓർമ്മയില്ല. കുറച്ചൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, അല്ലാതെ മൊത്തമൊന്നും എനിക്ക് ഓർമ്മയില്ലെന്ന് പറയുന്നത്. അപ്പോൾ ചോദിക്കുന്നു, അപ്പോൾ ഒന്നും ഓർമ്മയില്ലേ? ഓർമ്മയില്ലാത്ത കാര്യം ഞാൻ ഓർമ്മയില്ലെന്നല്ലേ പറയത്തുള്ളൂ. എനിക്ക് ഓർമ്മയില്ലാത്ത കാര്യം ഞാൻ എങ്ങനെ പറയുന്നതെന്ന് അനീഷ് ചോദിക്കുന്നു. ഇത് കേട്ടിട്ടാണെന്ന് തോന്നുന്നു അക്ബർ അവിടെ അനീഷിൻ്റെ ചർച്ച എടുത്തിടുവാണ്. അനീഷിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടൊക്കെയാണ് സംസാരിക്കുന്നത്. സാബുമോനും സംസാരിക്കുന്നുണ്ട്, അക്ബറും സംസാരിക്കുന്നുണ്ട്. അക്ബർ പറയുന്നതാണ്, എപ്പോഴും നിലപാട് മാറ്റുന്ന ഒരാളാണ് അനീഷേട്ടൻ. എപ്പോഴും ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കത്തില്ല. അപ്പോൾ സാബുമോൻ പറഞ്ഞു, ശരിയാണ്, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടത്. എപ്പോഴും ആളിങ്ങനെ മാറ്റി മാറ്റി ഓരോന്ന് പറയുന്നത് ഇല്ലേ. സാബുമോന് പോകാൻ ടൈമായെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ അനീഷിൻ്റെ കുറ്റം പറയാനായിട്ട് അക്ബറിനെ കൂട്ടുപിടിച്ചത്. അക്ബറിൻ്റെ കൂടെ ഇരിക്കുന്നവരുടെ എല്ലാ അവസ്ഥ ഇതാണ്. ഓരോരുത്തരോട് പോയിക്കൊണ്ടിരിക്കുക. ഇത്രയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും മനസ്സിലാകില്ലെന്ന് വെച്ചാൽ എന്താ ചെയ്യുക. സാബുമോൻ പറയാണ്, പുള്ളിക്ക് കുറേ കള്ളത്തരങ്ങളും നിലപാട് മാറ്റലും ഒക്കെ ഉണ്ട്, എല്ലാം കാണുന്നുണ്ട്. പക്ഷെ പുള്ളിയുടെ ആ ഒരു മുഖം. അപ്പോഴേക്കും അക്ബർ പറയുന്നത്, എത്ര പ്രാവശ്യം സെലക്റ്റീവ് ആയിട്ടുണ്ട്, എത്ര പ്രാവശ്യമാണ് നിലപാട് മാറ്റുന്നത്. ഇവനൊരു ഗെയിമർ എന്ന് പറയാനും ബുദ്ധിമുട്ടാണ്. പിന്നെ എങ്ങനെ നിൽക്കുന്നു ഇയാളെന്ന് സാബുമോൻ. ജനങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിൽക്കും. എത്ര വട്ടം കണ്ടതാണ്. പുള്ളി വന്നപ്പോൾ തന്നെ സെൻസിറ്റീവ് ടോപ്പിക്കാണ് ആദ്യം പിടിച്ചത്, മലയാളം. കയറി വന്നപ്പോഴേ കൊണ്ടുവന്നത്, ഞങ്ങളത് കൈ വെച്ചേക്കാൻ പറഞ്ഞു. എല്ലാം പഠിച്ചിട്ടാണ് പുള്ളി വന്നേക്കുന്നതെന്ന് സാബുമോൻ. 2 പേര് തമ്മിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ പുള്ളിക്ക് അതിൻ്റെ ഇടയിൽ കയറി അത് സോൾവ് ചെയ്യാൻ നോക്കണം. ഇതൊക്കെ ആൾക്കാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും, എപ്പോഴും അവിടെ എന്തെങ്കിലും പരിപാടി നടക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കയറി നിൽക്കണമെന്ന്. അതാ പുള്ളി എല്ലാത്തിനകത്തും ഇൻവോൾവ് ആവുന്നത്. സാബുമോൻ പറയുകയാണേ, ഇന്ന് രാവിലെ പുള്ളി പറഞ്ഞ് മീറ്റിംഗ് വയ്ക്കുമെന്ന്. ഞങ്ങൾ പറഞ്ഞ് മീറ്റിംഗ് വയ്ക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന്. അപ്പോൾ തന്നെ ആരെയും പറഞ്ഞ് വേണ്ട, മീറ്റിംഗ് വയ്ക്കണ്ട. അങ്ങനെയാണ് തുടക്കം മുതൽ എല്ലാ മീറ്റിങ്ങും കുളമാക്കുന്ന അനീഷേട്ടനാണ് ഇപ്പോൾ മീറ്റിങ്ങിനെ പറ്റി പറയുന്നത്. ഓരോരുത്തരും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പം ഓരോ പ്രശ്നത്തിന് മീറ്റിംഗ് വയ്ക്കുകയാണെങ്കിൽ അത് നടപടിയിൽ വരുന്ന കാര്യമല്ലെന്ന് അക്ബർ പറയുക. സാബുമോൻ പറയാം, കഴിഞ്ഞ ആഴ്ച പുള്ളി ചിരിച്ചും കളിച്ചൊക്കെ നിന്നെയാണ്, ഈ ആഴ്ച പക്ഷേ സംഭവം ഒന്നും മിണ്ടുന്നില്ല എന്നോട്. മൊത്തം അനുമോളുടെ അടുത്ത് മാത്രമാണ് സംസാരിക്കുന്നത്. അനുമോളുടെ അടുത്തേ സംസാരിക്കുന്നു അക്ബറും സാബുമോനും പറയുന്നു. പുള്ളി എന്തും ഇവിടെ കാണിക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ചൊറിഞ്ഞു വരുമെന്ന് സാബുമോനാണേ പറയുന്നത്. പുള്ളിയെ കുറ്റപ്പെടുത്താനും പറ്റില്ല, കുറ്റപ്പെടുത്തിയാൽ അവിടെയും പ്രശ്നമാണ്. ഞാൻ കുറ്റപ്പെടുത്തും എന്ന് അക്ബർ. ഞാൻ ഈ പുറത്ത് പുള്ളിക്ക് ഫാൻസ് ഉണ്ടോ, സപ്പോർട്ടുണ്ടോ, ഇതൊക്കെ നോക്കിയിട്ട് പുള്ളി കാണിക്കുന്ന ചെറ്റത്തരമൊന്നും ഞാൻ പറയാതെ പോകത്തില്ല. ഞാൻ ആ അറ്റം വരെയും പറയാം. അതിൻ്റെ പേര് ഇനി എന്ത് വന്നാലും എനിക്ക് പ്രശ്നമില്ല. അക്ബറാ പറയുക. അയാളുടെ PR ഇനി പുറത്ത് തന്നെ അടിച്ച് താഴ്ത്തി ഇട്ടാലും അയാളുടെ ഇരട്ടത്താപ്പുകൾ, അയാളുടെ കള്ളത്തരം, അയാളുടെ സെലക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഞാൻ പുറത്തു കൊണ്ടുവരും. അത് വേണം, അത് തന്നെ വേണമെന്ന് സാബുമോൻ. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞപ്പം അയാൾ ഈ കള്ളത്തരം പറഞ്ഞില്ലേ, അയാൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. ലാലേട്ടൻ ചോദിച്ചാൽ അനീഷ് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ടെന്ന്. അവിടെ അയാൾ പെട്ട്. പിന്നെ പുള്ളി അത് മാറ്റി പറഞ്ഞ് 75 ദിവസമായില്ലേ, കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെന്ന് സാബുമോൻ പറയുന്നു. എന്തായാലും ഇവരുടെ ചർച്ചകളിങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുക. ഞാൻ അടുത്ത ലൈവ് എപ്പിസോഡുമായിട്ട് ഞാൻ വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.